എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൈഥിലിയുടെ ഹോസ്പിറ്റൽ ഒരു കശാപ്പുശാലയാ. എന്റെ കുഞ്ഞിനെ കൊന്ന കശാപ്പുശാല. ഇത് വീഴ്ചയിൽ സംഭവിച്ചതാണോ, അതോ അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെന്തെങ്കിലും ചെയ്തോ? സ്നേഹ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ വന്നതിന് ശേഷം ഞാൻ സ്നേഹനെ എന്ത് ചെയ്യാനാ? ഞാൻ ബോധം കെട്ട് കിടക്കല്ലേ, എന്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാലോ. നിങ്ങൾ വലിച്ചെറിഞ്ഞ ഭർത്താവിനോട് പോലും നിങ്ങൾ ശത്രുത കാണിക്കാറില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ശത്രുവാ. എന്തിന്? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല സ്നേഹ. എനിക്ക് കേൾക്കണ്ട. നിങ്ങളെക്കാൾ പകയുള്ള വേറൊരാളും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഡോക്ടർ മൈഥിലി കുറെ ആളുകൾക്ക് മാലാഖയായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഒരു ചെകുത്താനുണ്ട്. അതാ പുറത്തിറങ്ങി കളിച്ചത്. യഹോമിയെ നിർബന്ധിച്ച് എന്റെ വീട്ടിലേക്ക് അയച്ചത് നിങ്ങളാ. അവളോടത് ചെയ്യാൻ പറഞ്ഞു വിട്ടത് നിങ്ങൾ തന്നെയാ. ഒരു കാര്യം പറഞ്ഞാ മതി, ഇത് എന്നോടുള്ള പ്രതികാരമാണോ അതോ അരുണിനോടോ? എങ്ങനെ സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. സ്നേഹയുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും തല കുനിക്കാൻ എന്നെ കൊണ്ട് പറ്റൂ. കാരണം കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ വേദനയുണ്ട്, പക്ഷെ യാഥാർത്ഥ്യമില്ല. എന്നാ പിന്നെ യാഥാർത്ഥ്യം എന്താണെന്നൊന്ന് പറ. നിഷ്കളങ്കയായ ഡോക്ടർ മൈഥിലി, അതിനേക്കാളും നിഷ്കളങ്കയായ ഡോക്ടറുടെ മകള്. 1-2 ദിവസം കഴിയുമ്പോ യാമി എന്നോട് തർക്കിച്ചതും എന്നെ ഉപദ്രവിച്ചതും എല്ലാം കഥയിന്ന് മാറും. ഗർഭിണിയായ ഒരു പെണ്ണ് നിലത്ത് വീഴുമ്പോ അത് രക്ഷിച്ചവള് മാത്രമാവും യാമി. കഥ ഉണ്ടാക്കാനും അത് വിവരിക്കാനും പ്രത്യേക കഴിവുണ്ടല്ലോ ഡോക്ടർ മൈഥിലിക്ക്. സ്നേഹ പ്ലീസ്, ഞാൻ നിൽക്കുന്ന ഒരു ഗതികേടില്ല. പക്ഷെ കേട്ട് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് പറ. നിങ്ങളുടെ ന്യായീകരണങ്ങൾ എന്താ കേൾക്കട്ടെ. ഒരു കാര്യം ഓർത്തോ ഡോക്ടർ മൈഥിലി, നിങ്ങൾ നിങ്ങളുടെ മകളും ചേർന്ന് നടത്തിയ ഈ ചതിക്ക് ഞാൻ പകരം വീട്ടും. ഒരിക്കലേ നിങ്ങളും നിങ്ങളുടെ മകളും എന്റെ മുന്നിൽ വന്ന് കരയുന്നൊരു ദിവസം വരും. ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ പറഞ്ഞതിലൊരു വാക്കുപോലും ഉൾക്കൊള്ളാൻ സ്നേഹയ്ക്ക് പറ്റിയിട്ടില്ല. സ്നേഹ കൂടുതൽ സംസാരിച്ച് ടെൻഷൻ ആവണ്ട. പകയുടെ കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. ഉറങ്ങാൻ നോക്ക്.